വീടുകളിൽ ചെടിയൊക്കെ നടാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ എനിക്കും ഈ ഇടയായിട്ട് അങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വീട്ടിൽ അങ്ങ് പോത്തങ്കോട് വീട്ടിൽ അമ്മ ദേ കുറേ ചെടികളൊക്കെ ഇങ്ങനെ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, കുറേ നാളായിട്ട് ഇങ്ങനെ വളർത്തും. അമ്മ കുറേ സ്ഥലത്തു നിന്നൊക്കെ ദേ ചെടികളൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ട്. പിന്നെ വല്യമ്മേർ അവിടെ നിന്ന് വിത്തുകളും ജമന്തിയുടെ വിത്തൊക്കെ അതൊക്കെ കൊണ്ട് നട്ട് ദേ എല്ലാം അടിപൊളിയായിട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ വിഷ്ണുവിൻ്റെ വീട്ടിൽ നമുക്കൊന്ന് അങ്ങനെ ചെടിയൊക്കെ വളർത്തിയാലോ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ചെടിയൊക്കെ വളർത്തുമായിരുന്നു. പക്ഷേ ഇപ്പോഴതിൻ്റെ ക്രേസൊക്കെ പോയി നിൽക്കുമ്പോഴാണ് അമ്മ ദേ വീട്ടിൽ ഇതേപോലെ നട്ട് വളർത്തിയത്. പക്ഷേ എനിക്കിതൊന്നും അല്ല, എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് വേറൊരു സംഭവമാണ്. അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ദേ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇതമ്മ ജസ്റ്റ് ഒന്ന് നട്ടതെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കാട് പിടിച്ച് അങ്ങ് കയറി ഇപ്പം അടിപൊളിയായിട്ട് ദേ പൂത്ത് ഒല്ലഞ്ഞാണ് കേട്ടോ കിടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചെടി. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വീട്ടിൽ എന്തേ അമ്മേരെ നിന്ന് കുറേ ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ രാത്രിയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അമ്മ പറഞ്ഞ് വെള്ളത്തിലിട്ടങ്ങ് വെച്ചിരുന്നാൽ മതിയത്. ഞാൻ അങ്ങനെ ദേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പിറ്റേ ദിവസം ആയപ്പോൾ ഒരു കുഴപ്പമില്ല. തലേ ദിവസം രാത്രി കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം വൈകിട്ടാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ കണ്ടില്ലേ, ചെടി എങ്ങനെയാണോ ഒരു മണ്ണിൽ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ആ വെള്ളത്തിലിരുന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ദേ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് റോഡ് സൈഡാണ്. ഇവിടെ പ്രത്യേകിച്ച് മരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫ്രണ്ടിലില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലാണ് കേട്ടോ. ഭയങ്കരമായിട്ടാണ് വെയിലടിക്കുന്നത്. അതുകൊണ്ട് ചെടി വളർന്നു വരുമോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മാത്രം വെയിലാണ് അടിക്കുന്നത്. ഞാൻ നട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉച്ച ആകുമ്പോഴത്തേക്കിനും അത് ഫുള്ള് കരിഞ്ഞു ഉണങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ കൊണ്ടുവന്ന ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ നട്ട് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഒരു പൂ കാണിച്ചില്ല, ആ പൂ കാണിച്ച ചെടിയാണ് ഇതെന്ന് പറയുന്നത്. അതിൻ്റെ 2 തൈയാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഒരെണ്ണം ഞാൻ ഈ തുളസിയുടെ സൈഡിലോട്ട് നടുന്നുണ്ട്. കാരണം അവിടെ നിന്ന് നട്ടിട്ട് ഞാൻ വിചാരിച്ച എന്തായാലും ആ തുളസിയിലോട്ട് പടർത്തി വിടാമെന്ന്. പിന്നെ ദേ ഒരെണ്ണം നമ്മൾ കയറുന്ന സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പിൻ്റെ കൈവരിയിൽ അവിടെ വെച്ചിട്ട്. കാരണം ഞാൻ വിചാരിച്ചാൽ എന്തായാലും പടർന്ന് പന്തലിക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ എന്തായാലും ആ ഒരു സ്റ്റെപ്പിൻ്റെ കൈവരി നമുക്ക് അങ്ങ് സപ്പോസ് വളരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നട്ടത്. അതിനുശേഷം ദേ വെള്ളമൊക്കെ കൊണ്ട് ഒഴിക്കുന്നുണ്ട്. മണ്ണാണെങ്കിൽ നല്ല കട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ദേ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കിളയ്ക്കുന്നത്. പിന്നെ ഈ ഒരു ചെറിയ നമ്മാട്ടി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. നമുക്ക് കിളയ്ക്കാനും കുഴിക്കാനൊക്കെ നല്ല എളുപ്പമായിരുന്നു. പിന്നുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വാടക വീടാണല്ലോ. ഇതും വാടക വീടാണ്. അവിടെ അമ്മേരെവിടെയും വാടക വീടാണ്. അമ്മ ആ വാടക വീട്ടിലാണ് ഇത്രയും ചെടികളൊക്കെ നട്ട് വളർത്തുന്നത്. എന്തായാലും എപ്പോഴും നമ്മൾ മാറാനുള്ളതാണ്. എന്നാലും ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷം, അത്ര തന്നെ. അപ്പം ഞാൻ ദേ ആ വള്ളി പോലത്തെ ചെടികൾ ആ തുളസിയുടെ അവിടെ അപ്പുറത്ത് നട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേ കാക്കപ്പൂവ് ഉണ്ടല്ലോ, നമ്മളാ പണ്ടൊക്കെ ഈ വിളയിലൊക്കെ കിടക്കുന്ന കാക്കപ്പൂവ് അമ്മയുടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ 2-3 തൈ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ കുഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതും പൊടിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ വാൽസി ഉണ്ടായിരുന്നു. വാൽസി അവിടെ ഇവിടെയൊക്കെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ആ ഒരു മഞ്ഞ പൂ പൂക്കുന്നതുണ്ടല്ലോ, അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെങ്കിലും സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് നല്ലതായിട്ടൊന്ന് പൂങ്കാവനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അല്ല, അതൊക്കെ പിന്നെ ഒരു സ്വപ്നമാണ്. അപ്പം നടക്കില്ലെന്നൊന്നും ഇപ്പോഴറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.